കഴിച്ചിട്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടാവണം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മന്തി കഴിച്ചിട്ട് ഷിഗല്ല ബാധിച്ചു ഉത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? സത്യമായിട്ടുള്ള കാര്യ. കഴിഞ്ഞ 4 ദിവസമായിട്ട് എറണാകുളത്ത് അൽ റഹീം എന്ന റെസ്റ്റോറന്റിന് ആൾക്കാർ മന്തി കഴിച്ചാണ്. കുറെ പേർക്ക് ഭക്ഷ്യവിഷബാധയും വന്നു, കുറെ പേർക്ക് ഷിഗല്ല ബാധിച്ചു ഉത്തരെ. എന്തും കൊണ്ടാണ് മന്തി കഴിച്ചിട്ട് ഷിഗല്ല ബാധിക്കുന്നത്? അപ്പൊ അവര് എന്ത് മന്തിയാണ് അവിടെ കൊടുക്കുന്നത്? സംഭവം ഈ 4 ദിവസമായിട്ട് ഇവര് കഴിച്ചിട്ട് അവര് ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ അടച്ചത്. ഇന്നലെ അടച്ചു, എന്തായാലും ഇൻസ്പെക്ഷൻ ഒക്കെ നടന്നു. എന്തായാലും ഇപ്പൊ സംഭവം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ അൽ റഹീമിന്റെ മുതലാളിമാരെ ആരാന്ന് ആർക്കും അറിയണില്ല, അവര് പേരും അറിയണില്ല. ന്യൂസിൽ അന്വേഷിച്ചിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. ഇതൊന്നും ഒരു മെയിൻ ചാനലിൽ പറഞ്ഞിട്ടുമില്ല. നമ്മുടെ കേരളത്തിന് ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ഥലത്ത് മന്തി ഉണ്ടെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഗുണമായിരിക്കും. കാരണം മന്തിയിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവാറുള്ളത്. ഭക്ഷ്യവിഷബാധയെ വരാറുള്ളൂ. ഇപ്പൊ ഷിഗല്ല അടക്കം വന്നു. ഇതിലിപ്പോ എന്താ ഇപ്പൊ ഉണ്ടാവാൻ പോണെന്നറിയോ? റെസ്റ്റോറന്റ് അടച്ചു, അതിനു വേണ്ടി അവർ ഫൈൻ അടയ്ക്കും. വീണ്ടും അവര് റെസ്റ്റോറന്റ് തുറക്കും. നമ്മൾ മലയാളികളായ പൊട്ടന്മാര് വീണ്ടും അവിടെ ക്യൂ നിന്നിട്ട് അവിടുന്ന് മന്തി കഴിക്കുകയും ചെയ്യും. അതിന് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ആ കടക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മറവി തന്നെയാണ് അവിടെ പ്രശ്നം. അവിടെ ഭക്ഷ്യവിഷം കൊടുത്തു, അവിടെ വിഷമാണ് കൊടുക്കണത്. ഇനി നമ്മൾ അവിടെ കഴിക്കാൻ പോകാൻ പാടില്ല എന്ന് എല്ലാവരും സ്വയം വിചാരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇവര് എന്ത് വിഷം കൊടുത്താലും, എന്ത് ചവറ് കൊടുത്താലും, എന്ത് പഴകിയത് കൊടുത്താലും ഇവര് തിന്ന് കയറ്റിക്കോളും എന്നൊരു വിചാരം എല്ലാ ഹോട്ടലുകാർക്കും റെസ്റ്റോറന്റുകാർക്കും എന്തായാലും ഉണ്ടാവും. അപ്പൊ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. എന്റെ കൂടെയുള്ള ശ്രീലക്ഷ്മി. ഇന്നിപ്പോ നമ്മുടെ മലയാള സിനിമ പുരസ്കാര നിറവിലാണ്. മമ്മൂക്ക, അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി മികച്ച നടൻ, വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള പുരസ്കാരം ജോഷി ബെനഡിക്റ്റിന്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു പുരസ്കാര നിറവിൽ തന്നെയാണ് മലയാള സിനിമ എന്നുള്ളതാണ് ഒരു ആദ്യം തന്നെ ഒരു സന്തോഷകരമായ വാർത്ത ഇരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ആ ഒരു വാർത്ത തന്നെ. ഇനി നമുക്ക് കുറച്ച് ഗൗരവകരമായ ഒരു വാർത്തയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യക്കടലാസ് മാറി, പരീക്ഷ റദ്ദാക്കി. ഈ മനോരമ കൊടുത്തിരിക്കുന്ന ഒരു മെയിൻ സ്റ്റോറി ഇതാണ് കേട്ടോ. അതായത് PSC കൊണ്ട് തോറ്റല്ലോ, സത്യം അത് കൃത്യമായിട്ടുള്ള അർത്ഥം വെച്ചുള്ള ഒരു തലക്കെട്ടായി പോയി കേട്ടോ. അതായത് ഈ PSC കൊണ്ട് തോറ്റല്ലോ എന്ന് പറയുമ്പം PSC ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുകയാണ്, എന്തും ആകാം എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ചുകൊണ്ടാണ് ഈ കളിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും കഷ്ടം. ഈ റദ്ദാക്കിയത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് പ്രാഥമിക പരീക്ഷയുടെ 2ാം ഘട്ടം. രാവിലെ നടന്ന 1ാം ഘട്ട പരീക്ഷയ്ക്ക് നൽകിയത് ഉച്ചയ്ക്ക് നടക്കേണ്ട 2ാം ഘട്ട പരീക്ഷയുടെ ചോദ്യമാണ്. ചോദ്യം 6 ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്തും. അപ്പോൾ ഈ വാർത്തയിലേക്ക് ഒന്ന് വിശദമായിട്ട് വരാം. പിന്നെയും വലച്ച PSC ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് നടക്കാനിരുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് പരീക്ഷ, അതായത് പ്രാഥമിക പരീക്ഷയുടെ 2ാം ഘട്ടമാണ് റദ്ദാക്കിയത്. ആലപ്പുഴ ലഞ്ചനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇന്നലെ രാവിലെ 1ാം ഘട്ട പരീക്ഷ എഴുതാനെത്തിയ 166 പേർക്കാണ് ഉച്ചയ്ക്കുള്ള 2ാം ഘട്ട പരീക്ഷയുടെ ചോദ്യക്കടലാസ് മാറി നൽകിയത്. ഇവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. വലിയ കാര്യമായി പോയി കേട്ടോ, അത് വലിയ കാര്യമായി പോയി. അത്രയും ഒരു കാര്യമെങ്കിലും, അല്ലെങ്കിൽ അത്രയും നല്ലൊരു കാര്യമെങ്കിലും അവരോട് ചെയ്തല്ലോ, സന്തോഷം. ചോദ്യക്കടലാസിന്റെ കെട്ടുപൊട്ടിച്ചതിലെ അശ്രദ്ധയാണ് ഈ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് സൂചന. രാവിലെ നൽകേണ്ട ചോദ്യപേപ്പറുകൾ അടങ്ങിയ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ അടങ്ങിയ ബ്രൗൺ കവറിന് മുകളിൽ FN, അതായത് ഫോർ നൂൺ എന്ന് എഴുതിയിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ചോദ്യങ്ങളുടെ പച്ച കവറിന് മുകളിലായിട്ട് AN, അതായത് ആഫ്റ്റർനൂൺ എന്നും എഴുതിയിരുന്നു. എന്നിട്ടും, അതായത് അങ്ങനെ കൊടുത്തിട്ടും അതിൽ തെറ്റുപറ്റി. ഇവരൊക്കെ എവിടെ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഓരോ മനുഷ്യന്റെയും പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങളുണ്ടായിട്ടോ അങ്ങനെ പോകുന്നതല്ലല്ലോ. ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടല്ലേ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഉദ്യോഗാർത്ഥികൾ എന്തോരം ക്ഷമിക്കുന്നുവോ അത്രത്തോളം അവരുടെ മേലിൽ കുതിര കയറാം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. PSC കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ തുടരെയായിട്ടുള്ള ഒരു കഥയായിട്ട് മാറിയിട്ടുണ്ട്. ഈ PSCയിലുള്ള കൃത്യനിർവഹണങ്ങൾ തെറ്റുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഇന്റർവ്യൂവിലെ തിരികെക്കയറ്റല്, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ മാർക്കിലെ അട്ടിമറികൾ, അതുപോലെ തന്നെ നിയമനത്തിന് വ്യാജരേഖകൾ സമർപ്പിക്കൽ തുടങ്ങി ഇങ്ങനെ വരുന്ന ഈ PSCക്ക് കിട്ടിയ പൊൻതൂവലുകൾ പലതാണ് കേട്ടോ. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടെ. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാധാരണ എക്സാമുകളെ പോലെ ആണെങ്കിൽ പോലും ഇൻവിജിലേറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവണം താൻ ഈ ഒരു എക്സാം ഹാളിലാണ് നിൽക്കുന്നത്. അപ്പോൾ
അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തനിക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകണമെന്നേ. അതായത് അവിടെ ഇവിടെയും ചിന്തിച്ചുകൊണ്ട് മറ്റുള്ള ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ ജീവിതത്തിന് മേൽ കരിവാരി തേക്കുകയാണ് ഇവർ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മണ്ണ് വാരി ഇടുകയാണ്. എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? എത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും ഓരോ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ ഇന്നലെ പോയി ആ എക്സാം എഴുതിയിട്ടുണ്ടാവുക? ഒന്ന് ഓർത്തു നോക്കൂ. സമാധാനപരമായി മറുപടി പറയേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ അത്. കഴിഞ്ഞ ദിവസം മണ്ണ് വാരി തിന്നുകൊണ്ട് പോലും അവർ പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, അവർ പ്രതിഷേധം അറിയിച്ചു. ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ സർക്കാർ എവിടെയാണ്? സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം എന്ന് എല്ലാവരും കിടന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സർക്കാർ ആരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ എന്തൊരു ബഹളമായിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഇത്തരം ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരം ഗൗരവകരമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ട് ആരുടെയെങ്കിലും വായിൽ നാക്കുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ആർക്കും ഒന്നും പറയാനില്ല. ഇത്രയും ആളുകളുടെ ജീവിതം വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളിക്കുന്നത് എന്നുള്ളതാണ്. തികച്ചും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഇതിനകത്ത് കാരണം. അത് തന്നെ അടിവരയിട്ട് പറയുന്നത് ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. ഈ ആളുകളുടെ ജീവിതം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമതേ PSCയുടെ അല്ലെങ്കിൽ തന്നെ PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് നാണം കെട്ടാണ് നിൽക്കുന്നത്. അതിന്റെ കൂടെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു, അന്വേഷണങ്ങൾ അതിനൊപ്പം നീങ്ങുന്നു. എന്നിട്ടും ഇപ്പോൾ താണ്ടെ വീണ്ടും ഒരടി കൂടി. PSCക്ക് പൊൻതൂവലുകൾ പലതാണ്. അതിന്റെ കൂടെ ഇതേ ഇപ്പോൾ ഒന്നുകൂടി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ്? സർക്കാർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത്. കാണുന്നില്ല എന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ വന്നിരുന്നു കേട്ടോ. കുട്ടികളടക്കമുള്ളവരെ, അതായത് വീടുകളിലും അല്ലെങ്കിൽ കളിസ്ഥലത്തുമൊക്കെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. കുഞ്ഞ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സാധാരണ അച്ഛനോ അമ്മയോ ആരെങ്കിലും വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരു ശ്രദ്ധ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഉണ്ടാവേണ്ടതല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമോ മറ്റാരെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും ഒരാളുടെ ശ്രദ്ധ ആ കുഞ്ഞിന്റെ മുറിയിലേക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് ഉണ്ടാവേണ്ടതാണ്. വീട്ടിൽ കയറി തെരുവനായ ആക്രമിച്ചു എന്നുള്ളപ്പോൾ വീടും തുറന്നിട്ട് അല്ലെങ്കിൽ വീടിന്റെ വാതിലും തുറന്നിട്ട് എവിടേക്കെങ്കിലും പോവുക എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കൂ. അതെന്തൊരു കഷ്ടമാണ്. ആ കുഞ്ഞിനെ എത്രമാത്രം അത് വേദനിച്ച് കാണും. ഇപ്പോൾ മാതൃഭൂമിക്കകത്ത് മറ്റുമാണ് ഞാനൊരു ചിത്രം കണ്ടിരുന്നു. ഇത് തന്നെയാണ്. ആ കുഞ്ഞിന്റെ മുഖമൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കുമ്പോഴും പറയുമ്പോഴും വലിയ വിഷമമുണ്ട് കേട്ടോ ഉള്ളിൽ. തീരെ കുഞ്ഞു കുട്ടികളാണ്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് മുറിവ് ഏൽക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അതുങ്ങൾക്ക് ഓടാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് എങ്ങനെ അറിയാനാണ്, എങ്ങനെ സംസാരിക്കാനാണ്? ഒന്ന് ഓർത്തു നോക്കൂ. അത് ഈ വാർത്തയോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ കുഞ്ഞിന് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ തലയ്ക്കും കയ്യിലും മുഖത്തും ചെവിയിലും ഒക്കെ പരിക്കേറ്റു. കുഞ്ഞിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകി എന്നുള്ളതാണ്. തുറന്ന കിടന്ന വാതിലിലൂടെയാണ് നായ ഓടിക്കയറിയത്. അപ്പോൾ ഇതേ നായ പലയിടത്തായി 3 പേരെ കൂടി കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പല പല വാർത്തകളുണ്ട് കേട്ടോ. അതായത് തെരുവനായിയാണ് വിഷയം, പക്ഷെ പലതുണ്ട്. തെരുവനായ വിഷയത്തിലൊന്നും ആർക്കും ഒന്നും പറയാനില്ല. അതായത് ഇവിടുത്തെ നിയമം എങ്ങനെയാണെന്നറിയോ? ഈ മനുഷ്യനെ മൃഗം ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. ഈ പട്ടിയെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം. അതാണ് നമ്മുടെ നിയമം. അതൊരു വല്ലാത്ത നിയമമാണ് കേട്ടോ. ഈ മനുഷ്യന്റെ ജീവന് വലിയ വിലയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അത് അത്രമാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കുഞ്ഞു കുട്ടികൾ എങ്ങനെ ഓടാനാണ്? സ്കൂളൊക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികൾ, മുതിർന്ന കുട്ടികൾ കൂടെ ഇല്ലെങ്കിൽ എന്നുള്ളതൊന്ന് ഓർത്തു നോക്കൂ. ഈ തെരുവ് നായ്ക്കൾ 4-5 എണ്ണം ഒക്കെ കൂടി ഒറ്റയടിക്ക് കുഞ്ഞുങ്ങളെ ഓടിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? എവിടെയെങ്കിലും തട്ടി ഉരുണ്ട ഒരു കല്ലിൽ തട്ടി വീണാൽ പോലും അതുങ്ങൾക്ക് പരിക്കേൽക്കും. തല പൊട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കേൽക്കും. ഒന്ന് ഓർത്തു നോക്കൂ. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കുമ്പോൾ വലിയ വേദന ഉണ്ടാവാറുണ്ട്. കുഞ്ഞുങ്ങളുടെ മുഖത്ത് പരിക്കേൽക്കുന്നതൊക്കെ കാണുമ്പോൾ വലിയ വിഷമമാകാറുണ്ട്. ഈ വാർത്തയോടൊക്കെ എങ്ങനെ പ്രതികരിക്കാനാണ്? അപ്പോൾ ഇതിനൊക്കെ കണ്ണു തുറക്കുക, സർക്കാരെ കണ്ണു തുറക്കൂ എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ചരിത്രമെഴുതി വിക്രം 1 ഭ്രമണയുഗം, അതായത് രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായി ഭ്രമണപഥത്തിൽ ചരിത്രമെഴുതി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 12:05 കുതിച്ചുയർന്നു. 16 മിനിറ്റ് കൊണ്ട് 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തി. ISROയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസിന്റെ സഹകരണത്തോടെയുള്ള ദൗത്യത്തിന് മിഷൻ ആംഗമൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്.
നമുക്കിനി വേൾഡ് വൈഡ് ആയിട്ട് കൂടിയുള്ള കുറച്ച് വാർത്തകൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഇറാനിലെ US ആക്രമണം 7 ദിവസം പിന്നിടുമ്പോൾ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തിരിച്ചടി രൂക്ഷമായി. ആക്രമണം തുടർന്നാൽ US-നെ മറക്കാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയ മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായ 2ാം ദിവസവും കുവൈറ്റിന്റെ ജലശുദ്ധീകരണ പ്ലാന്റിലും വൈദ്യുതി നിലയത്തിലും എണ്ണ ശുദ്ധീകരണശാലയിലും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. കുവൈറ്റിലെ കുടിവെള്ള വിതരണം 90% കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ പകലും പലവട്ടം ആക്രമണം തുടർന്നു. കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US-ന്റെ സേനാ താവളങ്ങളും ഇറാൻ ആക്രമിച്ചു. കുവൈറ്റിലെ രാജ്യാന്തര വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടൽ, വിമാന സർവീസുകളും താളം തെറ്റിയെന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് മേഖലയിലെ പാലങ്ങൾക്ക് നേരെയും US ആക്രമണം ഉണ്ടായി കേട്ടോ. 3 പേർ കൊല്ലപ്പെട്ടു. ജോർദാനിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്നോർത്ത് നോക്കി, ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ തെക്കൻ ഇറാനിലെ ജാസ് തുറമുഖത്തെ ഊർജ്ജ നിലയങ്ങളിലും ജലശുദ്ധീകരണ പ്ലാന്റുകളിലും US ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് പ്ലാന്റുകൾ തകർന്നതോടെ ഇറാനിലെ 20 ഗ്രാമങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഇതിന് പിന്നാലെയാണ് ഇറാൻ കുവൈറ്റിലും പ്ലാന്റ് ആക്രമിച്ചത്. പരസ്പരം വൈരാഗ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. കുടിവെള്ളം മുട്ടുന്നത് സാധാരണ ആളുകളുടേതാണെന്നുള്ളതാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യം, വ്യക്തി വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ, ഇത് തീർക്കാനായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ഇടുന്നു, മിസൈൽ അയക്കുന്നു, ആക്രമണങ്ങൾ നടത്തുന്നു. വെള്ളം കിട്ടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒരു വാർത്തയാണ്. അതായത് ക്യാൻസർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നിരവധി ആളുകൾ അപ്പോൾ മാറ്റുക എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ. അത്തരത്തിലുള്ള ഒരു രോഗം വന്നാൽ തന്നെ മാനസികമായും ശാരീരികമായും നമ്മൾ ഒട്ടും ഓക്കെ അല്ലായിരിക്കും. അപ്പോൾ ആകെ മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന അത്തരമൊരു രോഗം ബാധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ കൂടി ആക്രമണം ഉണ്ടാകുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, എങ്ങനെയാണ് ആ വിഷയത്തിനോടൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളോടൊക്കെ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഒരു വല്ലാത്ത ഇതിനൊക്കെ ഉത്തരം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം വല്ലാത്ത ജാതി ഓരോ പ്രശ്നങ്ങളും സംഭവങ്ങളാണ് നമുക്കിവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലാണെങ്കിലും രാജ്യത്തിന് വെളിയിലാണെങ്കിലും എല്ലാം ഒരേപോലെയാണ് പ്രശ്നങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ ജീവൻ കിടക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പല വിഷയങ്ങൾ അല്ലെങ്കിൽ ചില ട്രോളുകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാനാണ് ആ കോവിഡ് കാലഘട്ടത്തിൽ ഈ മാസ്കും വെച്ച് നടന്നെന്നുള്ളത് അത്രത്തോളം ദുരിതപൂർണ്ണമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ ചിലരെങ്കിലും ധരിക്കാറുണ്ട്, അങ്ങനെ ഓർക്കാറുണ്ട്, ഇതേമേ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാനാണോ ഞാനെന്ന് ആ മാസ്കും വെച്ച് നടന്നെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളാണല്ലോ കാണുന്നത്. ഒരിടയ്ക്ക് വാർത്തകൾ കാണുമ്പോൾ എപ്പോഴും ഞെട്ടലായിരുന്നു. അതായത് പത്രം തുറന്നാൽ പീഡന വാർത്തകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതെ, ഇപ്പോഴും കുറവൊന്നുമില്ല, കുറവ് ഉണ്ട് എന്നുള്ളതല്ല. കാരണം അത് അങ്ങനെയുള്ളവർ ഒരു വാർത്തയെങ്കിലും നൽകാതിരിക്കില്ല കേട്ടോ. വാർത്തകൾ ഉണ്ട്, പക്ഷേ ഇപ്പോൾ വന്ന് ഈ പ്രായം കുറവുള്ളവരിൽ നിന്ന് പ്രായം കൂടിയവരിലേക്കും അല്ലെങ്കിൽ പ്രായ വ്യത്യാസങ്ങൾ വന്നു അതല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പീഡന വാർത്തകളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക, അതായത് ഒരു പേജ് മുഴുവൻ അത്തരത്തിലുള്ള വാർത്തകൾ പലയിടങ്ങളിലായിട്ട് നിരന്ന് കിടക്കുന്ന വാർത്തകൾ കണ്ടിട്ട് ദൈവമേ ഈ നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിച്ചു പോകും. പെൺകുട്ടികളെ വളർത്താൻ, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതേ രീതിയിലുള്ള അവസ്ഥ തന്നെയാണ് നേരിടുന്നത്. അതായത് എല്ലാ കൂട്ടർക്കും ഭീഷണി തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മുന്നോട്ടുള്ള ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം കേട്ടോ. നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, മറ്റൊരാളെ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. മറ്റൊരു വാർത്തയുണ്ട് കേട്ടോ. നിയന്ത്രണവുമായി ബാർ കൗൺസിൽ, റീൽ വഴി കേസുപിടുത്തം വേണ്ട. അതായത് വിശദമായിട്ട് അതിലേക്കൊന്ന് കടക്കാം. സാമൂഹിക മാധ്യമങ്ങളിലെ അഭിഭാഷകരുടെ ഇടപെടലുകളിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. സ്വയം പ്രഗത്ഭനാണെന്ന് പറയുന്ന പ്രമോഷണൽ റീലുകളും അതുവഴി കേസുപിടുത്തവും വേണ്ട. കോടതി വളപ്പിൽ റീൽ ഉണ്ടാക്കരുത്. കോടതി കെട്ടിടങ്ങൾ, വക്കീൽ വേഷം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച വീഡിയോകൾ ഷെയർ ചെയ്യരുത്. അനുമതിയില്ലാതെ കോടതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും റെക്കോർഡ് ചെയ്യരുതെന്നും തത്സമയ സ്ട്രീമിംഗിന്റെ ദൃശ്യങ്ങൾ ക്ലിപ്പുകളായി പ്രചരിപ്പിക്കരുതെന്നും ഒക്കെ വിലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാവിധ, അതായത് ചില റീലുകളിലൊക്കെ വക്കീൽ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ചിലർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതിനല്ല, ഈ റീലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ഒട്ടും ഒരു ഗൗരവകരമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിയന്ത്രണമാണ് ഇപ്പോൾ ബാർ കൗൺസിൽ അത്തരത്തിലുള്ളൊരു നിയന്ത്രണമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുസേവനമാണ്, നിയമ പ്രൊഫഷൻ പൊതുസേവനമാണെന്നും വാണിജ്യ പ്രവർത്തനമല്ലെന്നും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓർമ്മിപ്പിച്ചു. സാമൂഹിക മാധ്യമങ്ങൾ നിയമബോധവൽക്കരണത്തിനും അക്കാദമിക് ചർച്ചകൾക്കും ഉപയോഗിക്കാം. എന്നാൽ കോടതിക്കുള്ളിലെ അല്ലെങ്കിൽ കോടതികളുടെ അന്തസ്സ് കെടുത്താൻ, കക്ഷികളുടെ വിവരങ്ങൾ പുറത്തുവിടാനും നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം ദുർബലപ്പെടുത്താനും ഉപയോഗിക്കാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതെന്തായാലും നന്നായി കേട്ടോ. ഈ വക്കീലന്മാരായിട്ടുള്ള, ഈ അഭിഭാഷകരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വക്കീലന്മാർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ് കേട്ടോ ഈ ഒരു വാർത്ത. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തെ കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ് കേട്ടോ. ഇനി വൈദ്യുതി നിയന്ത്രണം തോന്നുംപടി പാടില്ല, മുൻകൂട്ടി അറിയിക്കണം.
ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ രാവിലെ സമയങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി പോവുകയാണ്, അല്ലെങ്കിൽ കറണ്ട് രാവിലെ തൊട്ടില്ല എങ്കിൽ ആ ഒരു ദിവസത്തെ സമയം കൃത്യമായിട്ട് ചില ലോക്കൽ ചാനലുകളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെയാണ് കേട്ടോ. സാധാരണ സമയങ്ങൾ ഇപ്പോൾ രാവിലെ 9 തൊട്ടോ അല്ലെങ്കിൽ 9:30 തൊട്ടോ 9 തൊട്ടോ ഒക്കെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം 5:30 വരെ 5 വരെ ഒക്കെ കറണ്ട് ഇന്ന സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങുമെന്നുള്ള ഒരു സന്ദേശമൊക്കെ സാധാരണ ഞങ്ങളുടെ അവിടെയുള്ള പ്രാദേശിക ചാനലുകളിൽ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മുൻകരുതൽ എടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അത് തന്നെ അന്ന് നമ്മൾ ഉദാഹരണം സഹിതം പറഞ്ഞതാണ്. ഈ നമ്മുടെ ഫോണുകൾ പെട്ടെന്ന് ഓഫ് ആകുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ നിശ്ചലമാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കറണ്ട് നേരത്തെ പോകുമെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ചാർജ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ KSEBിക്ക് തോന്നുമ്പടി വൈദ്യുതി നിയന്ത്രിക്കാനാകില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ. ലോഡ് ഷെഡിങ്ങിന് സാധ്യതയുള്ള സമയവും എത്ര നേരത്തേക്ക് മുടങ്ങുമെന്നും ജനത്തെ മുൻകൂട്ടി അറിയിക്കണം. ഒരു പ്രദേശത്ത് ഒരാഴ്ച കഴിവതും ഒരേ സമയം നിയന്ത്രണം ഏർപ്പെടുത്തണം. കമ്മീഷൻ ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതോടെ സമ്മതമാണെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം അടിയന്തര ഘട്ടത്തിൽ ഏത് സമയവും ഫീഡർ ഓഫ് ചെയ്യേണ്ടി വരുമെന്ന ആ പരിധിയിലെ ജനങ്ങളെ അറിയിക്കാൻ സെക്ഷൻ ഓഫീസുകളെ ചുമതലപ്പെടുത്തണം. അപ്പോൾ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ കമ്മീഷൻ ശനിയാഴ്ച ഉത്തരവ് നൽകി. ഞായറാഴ്ച മുതൽ വാങ്ങുമെന്ന് KSEB അറിയിച്ചു. ഈ നല്ല മഴ ലഭിക്കുകയോ തത്സമയ വിപണിയിൽ നിന്ന് അതത് ദിവസത്തെ നികത്താൻ വൈദ്യുതി ലഭിക്കുകയോ ചെയ്തില്ലെങ്കിൽ നിയന്ത്രണം തുടരേണ്ടി വരുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ വേറൊരു വാർത്തയുണ്ട് കേട്ടോ. ഈ മെഴുകുതിരി കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് സ്ത്രീ മരിച്ചു. ഈ കറണ്ട് ഇല്ലാതെ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചാണ്. ചില വസ്ത്രങ്ങളിലൊക്കെ പെട്ടെന്ന് തീ കയറി പിടിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും നിലവിളക്ക് കൊളുത്തുകയോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ സാധാരണ എന്തെങ്കിലും മണ്ണെണ്ണ വിളക്ക് കത്തിക്കുകയോ ഒക്കെ ചെയ്താലും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞ പോലെ മെഴുകുതിരി ആണെങ്കിലും എല്ലാം തീയാണല്ലോ. ഈ തീ പെട്ടെന്ന് സാധാരണ ചില തരത്തിലുള്ള വസ്ത്രങ്ങളെയൊക്കെ പെട്ടെന്ന് തീ കയറി പിടിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കെടുത്താൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ അടുത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും സൗകര്യങ്ങളോ ഉണ്ടാവണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കൈകളിൽ ഇത്തരത്തിലുള്ള ഈ മെഴുകുതിരിയോ മറ്റു കാര്യങ്ങളോ തീ കൊണ്ടുള്ള കളിക്കൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുക അത്തരമുള്ള കാര്യങ്ങൾ. കാരണം മുതിർന്നവർ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ഇവിടെ മരിച്ചിരിക്കുന്ന 71 വയസ്സുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ മെഴുകുതിരി കത്തിക്കുന്നതിനിടെയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് നമ്മൾ മുതിർന്നവർ ചെയ്യുമ്പോൾ ഈ തീയും മറ്റും കാര്യങ്ങളും കണ്ട് കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ആഹ്ലാദത്തിന് അല്ലെങ്കിൽ പെട്ടെന്നൊരു രസത്തിന് വേണ്ടിയിട്ട് കയറി പെട്ടെന്ന് തീയോ തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മറിച്ചിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അത്യാഹിതത്തിലേക്കായിരിക്കും നയിക്കുക. അപ്പോൾ മറിച്ചിടുന്നത് എന്തെങ്കിലും തുണിയിലേക്കോ മറ്റുമാണ് കയറി തീ പിടിക്കുന്നെങ്കിൽ പെട്ടെന്ന് കത്താൻ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയൊക്കെ പരിസരത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് മാത്രം മുതിർന്നവർ ഇത്തരത്തിലുള്ള ഈ തീയും അത് വെച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒന്ന് പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുന്നതിനിടെയാണ് ഈ പൊള്ളലേറ്റ് സ്ത്രീ മരിച്ചത്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സർക്കാരിന് പറയാനുള്ളത് തന്നെയാണ്, നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ തുടരേണ്ടി വരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയും പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്തയും കൂടിയാണ് നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടിയിരുന്നത്. അത് നമ്മൾ വിശകലനം ചെയ്തു, കാര്യം എന്താണെന്ന് പറഞ്ഞു. അതിൽ നിന്നൊരു സന്ദേശം കൂടി നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ മെഴുകുതിരി കത്തിക്കുമ്പോഴോ വിളക്ക് കൊളുത്തുമ്പോഴോ ഒക്കെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുക. അവർക്കറിയില്ലല്ലോ ഒരു കൈ പൊള്ളുമെന്നുള്ള കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് കൈ തൊടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. മുതിർന്നവരെ പോലെ അല്ല കുഞ്ഞുങ്ങൾ. അപ്പോൾ പെട്ടെന്ന് കൈ പൊള്ളുകയോ മറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് പറയാനുള്ളത്. അടുത്തൊരു ന്യൂസാണ് സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ ഇടിവ്. 2026 കാലവർഷത്തെ ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തെ സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ ഇടിവ് വന്നിട്ടുണ്ട്. മുമ്പത്തെ വർഷത്തേന് 10% ഇടിവാണ് വന്നിരിക്കുന്നത്. ഈ മെമ്മറി കാർഡ് ചിപ്പിന്റെ വില കൂടിയും കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇടിവ് വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ 45,000 മുകളിലുള്ള ഫോണിനാണ് ഇടിവ് വന്നിരിക്കുന്നത്. സാധാ ഫോണിന് അത്ര ഇടിവ് വന്നിട്ടില്ല. പോരാത്തതിന് ഇടിവ് വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. എല്ലാവരും 0 ഡൗൺ പേയ്മെന്റിൽ ഫോൺ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം എന്നുള്ള വിചാരമുള്ളൂ. അല്ലെങ്കിൽ ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ കാരണമാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണിന് എന്തായാലും വിപണിയിൽ ഇടിവ് വന്നിരിക്കുന്നത്. പക്ഷെ സ്മാർട്ട് ഫോണിന് ഇപ്പോൾ 7,000 രൂപയുടെ ഫോണൊക്കെ ഇപ്പോൾ 12,000 13,000 രൂപ എന്തായാലും വില കൂടിയിട്ടുണ്ട്. മോട്ടോറോളന്റെ ഫോണൊക്കെയാണ് മെയിനായിട്ട് അങ്ങനെ വില കൂടിയിരിക്കുന്നത്. അതുമാത്രമല്ല 2025 സെപ്റ്റംബറിന് ശേഷം സ്മാർട്ട് ഫോൺ മെമ്മറി വില ഏകദേശം 4 മടങ്ങാണ് വർദ്ധിച്ചത്. വരും മാസങ്ങളിൽ ഇത് 5 മടങ്ങായി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ സ്മാർട്ട് ഫോണിന് എന്തായാലും ഇനി വില കൂടിയിട്ടേ വരുള്ളൂ. എന്തായാലും വില കമ്മിയാവില്ല. നിങ്ങൾ വിചാരിക്കണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണുകളൊക്കെ വേണിച്ചാൽ ഇപ്പോൾ തന്നെ റെഡി ക്യാഷ്
ക്യാഷിന് വാങ്ങുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക. അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസിൽ എല്ലാവരും ഫിഫയെ പറ്റിയിട്ടാണ്. ഇന്ന് രാത്രി 12:30 അർജന്റീനയും സ്പെയിനായിട്ടുള്ള ഫുട്ബോളിന്റെ ഫൈനൽ എല്ലാവരും കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, കുറെ റീൽസ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. അർജന്റീന ബാക്കി എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് അർജന്റീന ഫൈനലിൽ വന്നിരിക്കണത് എന്നുള്ളത്. ഒരു ഫുട്ബോളിൽ കളിക്കണ ജയിച്ച അവർക്ക് കിട്ടുന്നത് 415 കോടി രൂപയാണ് ആ ടീമിന് കിട്ടുന്നത്, ജയിച്ച ടീമിന്. ഒരു ഫുട്ബോളറിന് നിങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിലും അയാൾക്ക് മിനിമം ഒരു 50-60 കോടിയെങ്കിലും കൊടുക്കണം. അപ്പൊ 40 ടീമാണ് കളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 40 ടീമിൽ ഓരോരോ വ്യക്തിക്കും നിങ്ങൾ 50 കോടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഈ 415 കോടി രൂപ അവർക്ക് എന്തായാലും മുതലാവില്ല. പിന്നെ അർജന്റീന നന്നായിട്ട് കളിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോ അങ്ങനെ അർജന്റീന പൈസ കൊടുത്തിട്ടാണ് മറ്റുള്ളവർ ഒതുക്കിയിട്ടാണ് ഫൈനൽ വന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഫൈനൽ ജയിക്കുക. അപ്പൊ ഇപ്പൊ ഫൈനലിൽ തോറ്റ അർജന്റീന പൈസ കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇപ്പൊ ബാക്കിയുള്ളവർ കണക്കിലെടുക്കും അങ്ങനെയാണെങ്കിൽ? അപ്പൊ എന്തായാലും ഞാനും വെയിറ്റിംഗ് ആണ് എന്തായാലും ഫൈനലിന് വേണ്ടിയിട്ട്. ഇന്ന് രാത്രി 12:30 എല്ലാവരും കാണുക. എന്തായാലും കായിക വാർത്തകളോടെ ഇന്നത്തെ പത്രവാർത്താസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.